അവിടെ നല്ല ചൂടല്ലേ? കഴിഞ്ഞ ദിവസം രാത്രി വലിയൊരു ഇടിവെട്ടോട് കൂടി നല്ലൊരു മഴ പെയ്തു. ഒരു കുഞ്ഞു സൗണ്ട് കേട്ടാ പോലും എഴുന്നേക്കുന്ന ആളാണ് ഞാൻ. അപ്പൊ പിന്നെ പറയണ്ടല്ലോ, ഇത്രയും വലിയൊരു ഇടിവെട്ട് കേട്ട വെച്ച ഞാൻ ഞെട്ടി എഴുന്നേറ്റു. അപ്പൊ പ്രശാന്ത് ഏട്ടൻ പറഞ്ഞു, ടെൻഷൻ അടിക്കണ്ട, ഭൂമി കുലുക്കല്ല, നീ കിടന്നുറങ്ങിക്കോന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കിടന്നുറങ്ങിയ ഞാൻ കണ്ട സ്വപ്നാണെങ്കിലോ വെള്ളപ്പൊക്കം വരുന്നതാണ്. എന്റെ പൊന്നു ഭഗവാനെ, ഇനി ഒരു വെള്ളപ്പൊക്കം കൂടി താങ്ങാനുള്ള ശേഷി ഞങ്ങള് വയലൂക്കാർക്കില്ല. ഇന്നത്തെ ദിവസം അങ്ങനത്തെ ഒരു സ്വപ്നം കണ്ടാണല്ലോ എഴുന്നേറ്റേന്ന് വിചാരിച്ചിട്ട് രാവിലത്തെ പണികളും തീർത്ത് പ്രശാന്തേട്ടനും പിള്ളേരെയൊക്കെ വിട്ട് ഞാനൊന്ന് ഡൈനിങ് ഹാളിൽ ഒന്ന് റെസ്റ്റ് ആയിട്ട് ഇരുന്നപ്പോഴാണ് കുറച്ച് ആൾക്കാര് അങ്ങോട്ടും ഇങ്ങോട്ടും പറന്നുകൊണ്ടേയിരിക്കുന്നു. ഞാൻ അത് ശ്രദ്ധിച്ചപ്പോഴാണ് അവരുടെ കൂടെ പുറത്താണല്ലോ. അപ്പൊ ഇന്നലത്തെ ഇടിവെട്ടിൽ അവരും ഒന്ന് പേടിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. അവര് രണ്ടുപേരും കുറെ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറന്ന് നടന്ന് ഈ മരം ഫിക്സ് ചെയ്തേക്കാണ് അവർക്കൊരു കൂടുണ്ടാക്കാൻ. എനിക്കൊരു സ്ഥലം വരെ പോവാനുണ്ടായിട്ടും പ്രശാന്തേട്ടൻ വേഗം റെഡി ആയിക്കോ, ഞാൻ ഒരു 10 മിനിറ്റിനുള്ളിൽ വരും എന്ന് പറഞ്ഞിട്ടും ഇവരുടെ ഈ പറക്കല് കണ്ട് ഇവരെവിടെയാ കൂടുണ്ടാക്കണേ, എങ്ങനെയാ ഉണ്ടാക്കണേ എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഉള്ളത് കൊണ്ട് ഞാൻ അതും നോക്കി കുറച്ചു നേരം അവിടെ ഇരുന്നു കേട്ടോ. എന്തോ ഭാഗ്യത്തിന് അപ്പൊ എനിക്ക് വീഡിയോ എടുക്കാനും തോന്നി. എന്താന്ന് വെച്ചാ ഇത് നമുക്ക് എപ്പോഴും വീണ് കിട്ടണ സമയങ്ങളല്ലല്ലോ. ഇതൊക്കെ നമുക്ക് വളരെ കുറവായിട്ട് കിട്ടുന്ന സൗഭാഗ്യങ്ങളല്ലേ. ഇതുപോലൊരു കിളി നമ്മുടെ മുമ്പിൽ നമ്മൾ അവിടെ ഇരുന്നിട്ടും നമ്മളെ പേടിക്കാതെ നമ്മളെ ട്രസ്റ്റ് ചെയ്ത് അവര് നമ്മുടെ ആ ചെടികളിൽ നിന്ന് തന്നെ അവര് വീടുണ്ടാക്കാനുള്ള സാധനങ്ങളെല്ലാം കണ്ടുപിടിച്ച് അവരവർക്കായിട്ടൊരു കൂടൊരുക്കുന്നു. അതെങ്ങനെയാ അവര് ചെയ്യണേന്നുള്ള ആ പ്രോസസ്സ് നമുക്ക് കൺമുമ്പിൽ ഇത്ര അടുത്ത് കാണാൻ കിട്ടാന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഭാഗ്യമായിട്ട് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ ഞാൻ വേറൊന്നും ചിന്തിക്കാതെ അതന്നെ നോക്കി അവിടെ ഇരുന്നു ട്ടാ. മുൻപ് നമ്മുടെ കോട്ടയാടിയിൽ ഒരു തൊപ്പിക്കിളിയുടെ കൂടും അതിന്റെ മുട്ടയും കുഞ്ഞൊക്കെ ഉണ്ടായത് ഞാൻ കാണിച്ചിരുന്നില്ലേ? അതിനൊരു കമന്റ് വന്നേക്കെന്താണ്, ഞാൻ കാടമുട്ട കൊണ്ടുവച്ചതാണത്രേ. എന്റെ പൊന്നെ, കാടമുട്ട കൊണ്ടുവച്ച് അത് വിരിയിപ്പിച്ച് തൊപ്പിക്കിളിയുടെ കുഞ്ഞാതെന്നും പറഞ്ഞു വിശ്വസിപ്പിച്ച് കൊടുത്തു തുടങ്ങി എന്തോരം ബുദ്ധിമുട്ടുണ്ട്. എന്താ ഇതിനൊക്കെ പറയാല്ലേ. അത് നോക്കിയിരിക്കലേ പ്രശാന്തേട്ടന്റെ രണ്ടാമത്തെ വിളി വന്നു. അപ്പൊ വേഗം റെഡി ആയിട്ട് പോകുന്ന തിരക്കില് അവർക്ക് കൂടുണ്ടാക്കാൻ അവര് പൊട്ടിച്ചുകൊണ്ട് വന്നിരുന്ന ഇലയുണ്ടല്ലോ, അത് കുറച്ച് ഞാൻ കൊണ്ടുവച്ചു കൊടുത്തുട്ടാ.